എല്ലാവർക്കും നമസ്കാരം. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 ഞായറാഴ്ച. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് നോക്കിയാലോ. ആദ്യത്തെ വാർത്ത, ട്രയൽസ് ഡെമോൺസ്ട്രേറ്റ് സേഫ്റ്റി ഓഫ് സ്റ്റെം സെൽ തെറാപ്പി ഫോർ പാർക്കിൻസൺസ്. നമുക്ക് ആ ഹെഡിങ് ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. അതായത് കുറച്ച് ട്രയൽസ് എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്നാ പറയുന്നത്? സേഫ്റ്റി ഓഫ് സ്റ്റെം സെൽ തെറാപ്പി ഫോർ പാർക്കിൻസൺസ്. അതായത് പാർക്കിൻസൺസ് ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റെം സെൽ തെറാപ്പി വെച്ചിട്ട് ട്രയൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് സ്റ്റെം സെൽസ്, എന്താണ് പാർക്കിൻസൺ ഡിസീസ്, ഈ പുതിയ ടെക്നോളജിയിൽ എന്തൊക്കെയാണ് അവർ എന്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, എന്താണ് ന്യൂസ് സമ്മറി? ജപ്പാനിലും US-ലും നടത്തിയിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 2 ടെസ്റ്റുകളുണ്ട്. ഈ 2 ട്രയൽസ് ആണ് ഈ പറയുന്ന സ്റ്റെം സെൽ ബേസ്ഡ് തെറാപ്പീസ് പാർക്കിൻസൺസിന്റെ ട്രീറ്റ്മെന്റിന് ഉപയോഗം വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പാർക്കിൻസൺ ഡിസീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കംപ്ലീറ്റ് കോർഡിനേഷൻ നടത്തുന്നത് ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോൺസ് തമ്മിൽ നിങ്ങൾ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ന്യൂറോൺ സ്ട്രക്ചേഴ്സ് നമുക്കറിയാം. ഇവിടെ ആക്സോൺസ്, പിന്നെ ആക്സോൺസിന് ഡെൻഡ്രോൺസ് എന്ന് പറയുന്ന കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട് ന്യൂറോൺസ് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഡെൻഡ്രോൺസ് ഉണ്ട്. ഈ ഡെൻഡ്രോൺസ് ആണ് പിന്നീട് വേറെ ന്യൂറോൺസിലേക്ക് കണക്ഷൻ പോകുന്നത്, അല്ലെ? അങ്ങനെ വേറെ ന്യൂറോൺസിലേക്ക് കണക്ഷൻ പോകും. ഓക്കെ, ഇങ്ങനെ ഈ പറയുന്ന ഓരോ ന്യൂറോൺസിന്റെയും ഈ ഇടയ്ക്കുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ് ആണ് ഒരു ന്യൂറോണിൽ നിന്ന് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ഈ പറയുന്ന ന്യൂറൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിരുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറൽ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതൊരു കെമിക്കലാണ് ഡോപ്പമിൻ. അതേപോലെ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന വേറൊരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടിയാണ്. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിൽ ഡോപ്പമിൻ ആണ് പൊതുവെ നമ്മൾ ഈ പറയുന്ന മോട്ടോർ ന്യൂറോൺസ്, നമ്മൾ പറയുന്ന നോർമൽ മൂവ്മെന്റ്സ്, നമ്മുടെ കോർഡിനേഷൻ, ഹാൻഡ് ഐ മൂവ്മെന്റ്സ്, അതുപോലെയുള്ള ബാക്കി നമ്മൾ സ്വന്തം വോളണ്ടറി ചെയ്യുന്ന ബാക്കി മൂവ്മെന്റ്സിനൊക്കെ കാരണമാവുന്ന ന്യൂറൽ സിഗ്നൽസിന് ഡോപ്പമിൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഭയങ്കര ഉപകാരമാണ്. പക്ഷെ ഈ പാർക്കിൻസൺ ഡിസീസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോപ്പമിൻ ജനറേറ്റീവ് ആയിട്ടുള്ള ന്യൂറോൺസിന്റെ ഡീജനറേഷൻ സംഭവിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ നോർമൽ മൂവ്മെന്റ്സ് നമുക്ക് കോർഡിനേഷൻ ഇല്ലാതെ വരികയും നോർമൽ ഹാൻഡ് ലെഗ് മൂവ്മെന്റ്സ് ഒക്കെ അതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ നമുക്ക് തീരെ കോർഡിനേഷൻ ഇല്ലാണ്ടായി പോകും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ, നിങ്ങൾ കാണുകയാണെങ്കിൽ പാർക്കിൻസൺ ഡിസീസ് ഉള്ള ആൾക്കാരെ കാണുകയാണെങ്കിൽ അവർക്ക് മൂവ്മെന്റ് ഒക്കെ ഭയങ്കര കോർഡിനേഷൻ ഇല്ലാതെ ആയിരിക്കും. ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ കോർഡിനേഷൻ തീരെ ഉണ്ടാവില്ല. ഇവര് നടക്കുന്നതാണെങ്കിലും അവര് പിന്നെ പെട്ടെന്ന് നമ്മൾ വിളിക്കും തിരിഞ്ഞു നോക്കുന്നൊക്കെ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇവര് ബിഹേവ് ചെയ്യുക. അപ്പോൾ അതാണ് പാർക്കിൻസൺ ഡിസീസസിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്റ്റെം സെൽ തെറാപ്പി നടത്തിയിട്ട് ഈ പറയുന്ന പാർക്കിൻസൺ ഡിസീസസിനെ ഈ പറയുന്ന ട്രീറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോന്ന് വെച്ചാൽ മൈൽഡ് സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ മോട്ടോ ന്യൂറോൺസിന്റെ അതായത് മോട്ടോ ഫങ്ഷൻസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നതാണ് ഈ ട്രയൽസ് സൂചിപ്പിക്കുന്നത്. ഇനി എന്താ സ്റ്റെം സെൽ എന്ന് പറയുന്നത്? ഈ സ്റ്റെം സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ മനുഷ്യരിൽ സ്പെർമും എഗും തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. ഈ എംബ്രിയോ എന്ന് പറഞ്ഞ സെൽസ് ആണ്, അല്ലെ? പ്യുവർ സെൽസ് ആണ്. ഈ സെൽസ് ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? എൻറ്റയർ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ എംബ്രിയോണിക് സെൽസിനുള്ള ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അതായത് എൻറ്റയർ ഓർഗാനിസം ആയി മാറാവുന്ന ഈച്ച് സെല്ലിന്റെ പൊട്ടൻഷ്യൽ, ഇതിനെ നമ്മൾ പ്ലൂറി പൊട്ടൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടോട്ടി പൊട്ടൻസി എന്ന് പറയും. ടോട്ടി പൊട്ടൻസി അല്ലെങ്കിൽ പ്ലൂറി പൊട്ടൻസി, ഇത് രണ്ടും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ടോട്ടി പൊട്ടൻസി, പ്ലൂറി പൊട്ടൻസി ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണ്ട. ഒരു സെല്ലിൽ നിന്ന് എൻറ്റയർ ഓർഗാനിസം ഉണ്ടാവാനുള്ള ഒരു സെല്ലിന്റെ ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ ടോട്ടി പൊട്ടൻസി അല്ലെങ്കിൽ പ്ലൂറി പൊട്ടൻസി എന്ന് പറയുന്നത്. ഈ ഒരു ഇത്രയും പൊട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഓരോ സെല്ലിനും നമ്മൾ സ്റ്റെം സെൽ എന്ന് പറയും. അപ്പോൾ ആലോചിച്ചോക്കെ, നമുക്കിപ്പോൾ ഈ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണെന്ന് പറഞ്ഞല്ലോ, ഈ ഡോപ്പമിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂറോൺസിന്റെ ഡീജനറേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഈ
ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെം സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവര് കൊണ്ടുവന്നേക്കുന്നതാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പൊ എന്താണ് പാർക്കിൻസൺ ഡിസീസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോഗ്രസീവ് ലോസ് ഓഫ് ഡോപ്പമിൻ പ്രൊഡ്യൂസിങ് ന്യൂറോൺസ് അഫക്റ്റിംഗ് മോട്ടോർ കൺട്രോൾ. മോട്ടോർ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സിനെയാണ് മോട്ടോർ കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻ സ്റ്റെം സെൽസ്. നമ്മൾ സ്റ്റെം സെൽസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, പ്ലൂറിപൊട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അത് എംബ്രിയോണിക് സ്റ്റെം സെൽസിലാണ് അതിനുള്ള കാപ്പബിലിറ്റി എന്ന് പറഞ്ഞു. ഇനി അതേ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഹ്യൂമൻ സെൽസിനെ, നോർമൽ സെൽസിനെ ഇൻഡ്യൂസ് ചെയ്യിക്കാം പ്ലൂറിപൊട്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, അത് പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് ഗ്രോൺ ആയിട്ടുള്ള സെൽസിൽ നമ്മൾ കൂടുതൽ കെമിക്കൽസും ഇതൊക്കെ വെച്ചിട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് ഡോപ്പാമിനർജിക് ന്യൂറോൺസ്. ഈ ഡോപ്പാമിനർജിക് ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺസ് ദാറ്റ് പ്രൊഡ്യൂസ് ഡോപ്പമിൻ, എ ന്യൂറോ ട്രാൻസ്മിറ്റർ ക്രൂഷ്യൽ ഫോർ മോട്ടോർ ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺസിനെ നമ്മൾ ഡോപ്പാമിനർജിക് ന്യൂറോൺസ് എന്ന് പറയും. അതുപോലെ അസറ്റിൽകോളിൻസ് പോലുള്ള വേറെയും ന്യൂറൽ ട്രാൻസ്മിറ്റേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, ദെൻ ഈസ് ബെംഡനപ്രോസിൽ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ പ്രൊഡക്റ്റ് ആണ്, മെയ്ഡ് ഫ്രം സ്റ്റെം സെൽസ് ടാർഗറ്റിംഗ് പാർക്കിൻസൺസ്, transplanted into putamen, a brain region associated with the movement. അപ്പോൾ ഇവിടെ ഈ ട്രയലിൽ ഇവർ ചെയ്യുന്ന വേറൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിൽ പ്യൂട്ടാമൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സപ്പോസ് ഇത് ജസ്റ്റ് നമുക്കൊരു ബ്രെയിനെ വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇത് ബ്രെയിൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ബ്രെയിനിൽ നമുക്കറിയാം ഇവിടെ സെറിബ്രം ഉണ്ട്, ഇവിടെ സെൻട്രൽ ബേസിൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ബേസിൽ ഗാംഗ്ലിയയുടെ ഒരു പാർട്ടാണ് ഈ പറയുന്ന പ്യൂട്ടാമൻ എന്ന് പറയുന്നത്. ഈ പ്യൂട്ടാമൻ ആണ് നമ്മുടെ മോട്ടോർ കൺട്രോൾ ബ്രെയിനിൽ കോർഡിനേഷൻ നടത്തുന്നത്. ഈ പ്യൂട്ടാമനിലുള്ള ന്യൂറോൺസ് ആണ് ഡോപ്പമിൻ ജനറേറ്റീവ് ആയിട്ടുള്ള ന്യൂറോൺസ്. അതാണ് നമ്മുടെ മോട്ടോർ ഫങ്ഷൻസിന് കാതലാവുന്നത്. അപ്പോൾ ഈ പ്യൂട്ടാമനിലേക്ക് ഈ പറയുന്ന സ്റ്റെം സെൽസിനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബെംഡനപ്രോസൽ എന്ന് പറയുന്നത്. ഒരു ക്ലിനിക്കൽ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഈ പ്യൂട്ടാമനിലേക്ക് ഇൻഡ്യൂസ് ചെയ്യിക്കുകയും ഈ പറയുന്ന ഡോപ്പാമിനർജിക് ന്യൂറോൺസിന്റെ ജനറേഷന് കോസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി മെയിൻസ് പെർസ്പെക്റ്റീവിൽ സയൻസ് ആൻഡ് ടെക്നോളജി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ടെക്നിക്സ് ഒക്കെ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലേക്ക് എങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നതാണ് നമുക്ക് ഇതിൽ പറയേണ്ടത്. ഡെവലപ്മെന്റ് ഇൻ സയൻസ്, ടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻസ്, ബയോടെക്നോളജി, സ്റ്റെം സെൽ തെറാപ്പി ആൻഡ് റീജനറേറ്റീവ് മെഡിസിനിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, പാർക്കിൻസൺസ് പോലെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ GS2 സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹെൽത്ത് ഇന്റർവെൻഷൻസ് ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതേപോലെ റോൾ ഓഫ് ഇന്റർനാഷണൽ റിസർച്ച് കൊളാബറേഷൻ ഇൻ ഹെൽത്ത് കെയർ. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ജപ്പാൻ ആൻഡ് US ആണ് ഈ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പക്ഷെ രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ട്രയൽസ് ആയിരുന്നു. പക്ഷെ അതേ സമയത്ത് ഈ പറയുന്ന ഇന്റർനാഷണൽ റിസർച്ച് കൊളാബറേഷൻ അത്യാവശ്യമാണ് രാജ്യങ്ങൾ തമ്മിൽ. അപ്പോൾ ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ ഗാദറിങ്, ഇൻഫർമേഷൻ ഷെയറിങ് ഒക്കെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഈ വാർത്തയിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു വാർത്ത എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വിൽ ബി റെഡി ബൈ 2026. അപ്പൊ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കേട്ടോ. അപ്പൊ ഇവിടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉണ്ടാകുന്ന അറിഞ്ഞിരിക്കണം. 2026 അത് റെഡിയായി. അപ്പൊ ഇതുവരെ അത് റെഡി ആയിട്ടില്ല. അപ്പൊ നമ്മൾ 2026 ആകുമ്പോഴത്തേക്കും ഫാസ്റ്റ് ബ്രീഡിംഗ് റിയാക്ടറിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് കേട്ടോ. അത് എവിടെ ഉണ്ടാക്കണേ? തമിഴ്നാട്ടിലെ കൽപ്പാക്കം ആണ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ PFBR എന്ന് പറയട്ടെ. PFBR പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇത് ഇന്ത്യാസ് ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ട്. ഇന്ത്യക്ക് ഒരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് നമ്മൾ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ ഡിസ്കവറിയും അതുപോലെ അതിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇന്ത്യാസ് ന്യൂക്ലിയർ പ്രോഗ്രാമിലാണ് വരുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ ടെക്നോളജിയിൽ ദ റിയാക്ടർ യൂസസ് പ്ലൂട്ടോണിയം uranium mixed oxide fuel and liquid sodium as coolant, a first of its kind for India, aiming to recycle spent fuel and reduce radioactive waste. അതായത് ഇതിൽ നമ്മൾ പ്ലൂട്ടോണിയം, യുറേനിയം
മിക്സ്ഡ് ഓക്സൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നുണ്ട് ഈ റിയാക്ടറിൽ. അങ്ങനെ റിയാക്ടറിൽ ഫിഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യുറേനിയത്തിന്റെയും പ്ലൂട്ടോണിയത്തിന്റെ ഒക്കെ ഓക്സൈഡ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സൈഡ്സിനെയും ഇവരെ ഫ്യൂളായിട്ട് മാറ്റി മാക്സിമം ന്യൂക്ലിയർ വേസ്റ്റ് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ FBR ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നടക്കുന്നത്. അപ്പോൾ അത് അഡ്വാൻസ് ന്യൂക്ലിയർ ടെക്നോളജി, നമുക്ക് ന്യൂക്ലിയർ വേസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ മെയിനായിട്ടുള്ള പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന പ്ലൂട്ടോണിയം യുറേനിയം മിക്സ്ഡ് ഓക്സൈഡ്സിന്റെ ഫ്യൂവലിനെ സോഡിയം കൂളന്റ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന വേസ്റ്റ് ന്യൂക്ലിയർ വേസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ട് എനർജി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നടത്തുന്നത്. അതേ സമയത്ത് ഇന്ത്യസ് 3 സ്റ്റേജ് ന്യൂക്ലിയർ പവർ പ്രോഗ്രാം എന്താണ്? അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റേജ്? 3 സ്റ്റേജ് എന്ന് പറഞ്ഞല്ലോ. അതിൽ ആരാണ് ഡിവൈസ് ചെയ്തത്? ഹോമി ബാബ, നമ്മുടെ പിന്നെ ഫാദർ ഓഫ് ഇന്ത്യാസ് അറ്റോമിക് എനർജി ആണ് കേട്ടോ. ഹോമി ബാബ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ബാബ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എൻറ്റയർ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഒക്കെ ഡിവൈസ് ചെയ്തത് ഹോമി ബാബയാണ്. അപ്പോൾ എന്താണ് ഈ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ്. നമ്മുടെ നോർമൽ നമുക്ക് കാണുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഈ പറയുന്ന പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എല്ലാ ന്യൂക്ലിയർ പ്ലാന്റുകളിലും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനെ PHWR എന്ന് പറയും. സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ ഈ പറയുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് വരുന്നത്. അത് പ്ലൂട്ടോണിയം യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. ആദ്യത്തേത് യുറേനിയം യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് 2 സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റേജിൽ എന്തൊക്കെയാണ് വരുന്നത്? തോറിയം ബേസ്ഡ് റിയാക്ടർ. അതാണ് തേർഡ് സ്റ്റേജ് ഓഫ് ഇന്ത്യ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ വരുന്നത്. നമുക്കറിയാം പിന്നെ ഇന്ത്യൻ കോസ്റ്റിൽ പ്രധാനമായിട്ട് കേരള കോസ്റ്റിലൊക്കെ തോറിയം ഡെപ്പോസിറ്റ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ തോറിയം ഡെപ്പോസിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ തേർഡ് സ്റ്റേജ് ഓഫ് ന്യൂക്ലിയർ പ്രോഗ്രാമിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ആൻഡ് മിക്സ്ഡ് ഓക്സൈഡ് ഫ്യൂൾ എന്താണ്? ബ്ലെൻഡ് ഓഫ് plutonium and uranium oxide used in advanced nuclear reactors, enabling recycling of spent nuclear fuel. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി മെയിൻസ് പെർസ്പെക്റ്റീവില് GS3 ഓഫ് കോഴ്സ് സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് ആൻഡ് എനർജി എഫിഷ്യൻസി. ആ ഒരു കേസിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി, എനർജി ന്യൂക്ലിയർ പോളിസി, indigenization of technology and development of new technologies, environmental concerns related to nuclear waste and energy sustainability. അപ്പോൾ ഈ ആസ്പെക്റ്റുകളൊക്കെ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, എനർജി എഫിഷ്യൻസി, ഇതിലൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമുക്ക് ഈ ആൻസർ റൈറ്റിംഗിൽ ഇത്തരം നോളജൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും GS3 പേപ്പറിൽ. സോ അതൊക്കെയാണ് ഈ വാർത്തയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വാർത്തയാണ് തമിഴ്നാട് ലോഞ്ചസ് ഓൾട്ടർനേറ്റീവ് ടു സെന്റേഴ്സ് വിശ്വകർമ്മ സ്കീം. അതായത് അപ്പോൾ ഇവിടെ നോക്കേണ്ടത് തമിഴ്നാട് ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സെന്റേഴ്സ് വിശ്വകർമ്മ സ്കീമിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് അല്ലേ. അപ്പോൾ സെന്ററിന് ഒരു വിശ്വകർമ്മ സ്കീം ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് തമിഴ്നാട് ഗവൺമെന്റ് വേറൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് തമിഴ്നാടിന്റെ ഈ പ്രോഗ്രാം, എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ വിശ്വകർമ്മ പ്രോഗ്രാം നമുക്ക് അറിഞ്ഞിരിക്കണം മെയിനായിട്ട്. ഓക്കെ, അപ്പൊ എന്താ ഈ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വകർമ്മ സ്കീം ഉണ്ട്. വിശ്വകർമ്മ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ ലേബേഴ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ, അതുപോലെ വിശ്വകർമ്മ ആശാരിമാര്, അതുപോലെ കൊല്ലന്മാര് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജോബുകളുണ്ട്. ഈ ജോബിന്റെ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ കൊണ്ടുവന്ന ഒരു സ്കീമാണ് വിശ്വകർമ്മ സ്കീം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിശ്വകർമ്മ സ്കീം അത് ഈ പറയുന്ന ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിന് എതിരാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പുതിയൊരു പ്രോഗ്രാം കൊണ്ടുവന്നേക്കുന്നത്. അതിന്റെ പേരാണ് കലൈഗ്ന കനവ് തിട്ടം. കലൈഗ്നർ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ആർട്ടിസ്റ്റുകൾ, കലൈഗ്നർ എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കിന്റെ അർത്ഥം ആർട്ടിസ്റ്റ് ആണ്. കനവ് സ്വപ്നങ്ങൾ, തിട്ടം എന്ന് പറയുന്നത് പ്ലാൻ ആണ്. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ സ്വപ്നങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്ലാൻ ആണ് ഈ കലൈഗ്നർ കനവ് തിട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ PM വിശ്വകർമ്മ യോജന ഇത് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് ഇതിന്റെ ക്രിറ്റിസിസം. സ്റ്റാലിൻ ക്രിട്ടിസൈസ്ഡ് ദ വിശ്വകർമ്മ യോജന ഫോർ റീഇൻഫോഴ്സിംഗ് hereditary caste-based professions and failing to promote social mobility എഡ്യൂക്കേഷണൽ ആസ്പിറേഷൻസ് എമംഗ് ആർട്ടിസൻസ് കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ഹെറിഡിറ്ററി കാസ്റ്റ് ബേസ്ഡ് സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശാരിമാരുടെ മക്കൾ ആശാരിമാരെ ആവാൻ പാടുള്ളൂ, കൊല്ലന്മാരുടെ മക്കൾ കൊല്ലന്മാരെ ആവാൻ പാടുള്ളൂ എന്നുള്ളൊരു പ്രോസസ്സ്. അപ്പോൾ ഈ
ഈ വിശ്വകർമ്മ യോജന, PM-ന്റെ വിശ്വകർമ്മ യോജന ഈ പറയുന്ന നോർമൽ കാസ്റ്റ് ബേസ്ഡ് ഹെറിഡിറ്ററി സിസ്റ്റം ഉണ്ടല്ലോ, പിന്നെ ജോബ് ഹെറിഡിറ്ററി സിസ്റ്റം, ഇതിനെ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ ഇതിനെ പ്രൊലിഫറേറ്റ് ചെയ്യും എന്നുള്ളൊരു ആരോപണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ഗവൺമെന്റ് നടത്തിയത്. അപ്പൊ ഈ ഒരു വിശ്വകർമ്മ യോജന ഞങ്ങളുടെ സ്റ്റേറ്റിൽ നടത്തില്ല, പകരം ഞങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാം കൊണ്ടുവരുമെന്നാണ് സ്റ്റാലിൻ ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. ഈ തമിഴ്നാടിന്റെ പല പ്ലാനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ എംഫസൈസ് ചെയ്യുന്നത് ദ്രവീഡിയൻ മോഡൽ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള പേരിലാണ് തമിഴ്നാട് ഗവൺമെന്റ് പല പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഈ ദ്രവീഡിയൻ മോഡൽ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്? എയിമിംഗ് ടു എംപവർ ആർട്ടിസൻസ് ത്രൂ മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് അവോയ്ഡ് കാസ്റ്റ് ബേസ്ഡ് ഒക്കുപേഷണൽ കമ്പൾഷൻ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് കലൈഗ്നക നടത്തിയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആർട്ടിസൻസ് ഡെവലപ്മെന്റ് സ്കീമാണ്, ഫോക്കസ്ഡ് ഓൺ സ്കിൽ ട്രെയിനിങ് ആൻഡ് സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ്, അവോയ്ഡിങ് കാസ്റ്റ് ബേസ്ഡ് ജോബ് പ്രൊമോഷൻ. ഇനി എന്താണ് PM വിശ്വകർമ്മ സ്കീം? അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ആണ്, ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് MSME, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. അപ്പോൾ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, PM വിശ്വകർമ്മ യോജന ഏത്, അതായത് മിനിസ്ട്രി ഓഫ് MSME ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ മിനിസ്ട്രി പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത് എപ്പോഴാണ്? 5 yearsന് വേണ്ടിയിട്ട്, അതായത് 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 27-28 വരെയുള്ള 5 year പീരീഡിലാണ് വിശ്വകർമ്മ യോജന സെൻട്രൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൈലബിൾ ഫോർ റൂറൽ ആൻഡ് അർബൻ ആർട്ടിസൻസ്. റൂറൽ ആർട്ടിസൻസിനും അർബൻ ആർട്ടിസൻസിനും രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് മീൻ ഫോർ ഓൺലി റൂറൽ ആർട്ടിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് കവേഴ്സ് 18 ട്രഡീഷണൽ ക്രാഫ്റ്റ്, അതായത് ബോട്ട് മേക്കർ, ആർമറർ, ബ്ലാക്ക് സ്മിത്ത്, ഹാമർ ആൻഡ് ടൂൾ കിറ്റ് മേക്കർ, ഇവർക്കൊക്കെ കവർ ചെയ്തുകൊണ്ട് ഏകദേശം 18ഓളം പിന്നെ ട്രഡീഷണൽ ക്രാഫ്റ്റിനെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. 5 lakh families will be covered in the first year and 30 lakh families over 5 years. ആദ്യത്തെ വർഷം 5 ലക്ഷം ഫാമിലീസിന് 5 വർഷത്തേക്ക് 30 ലക്ഷത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുമാണ് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. എന്താണ് ദ്രവിഡിയൻ മോഡൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവില് GS2-ല് ഓഫ്കോഴ്സ് ഗവേണൻസ്, പൊളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസിന്റെ കേസിൽ ഇത്തരം സ്കീമുകളെ കുറിച്ച് അറിയേണ്ട ഭയങ്കര അത്യാവശ്യമാണ്. വെൽഫെയർ സ്കീംസ് ഫോർ വൾണറബിൾ സെക്ഷൻസ്, റോൾ ഓഫ് ദ സ്റ്റേറ്റ് വേഴ്സസ് സെന്റർ ഇൻ പോളിസി മേക്കിംഗ്, ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓർ സർവീസസ്. ഓക്കെ, ഇനി അതേപോലെ GS1-ല് ഇന്ത്യൻ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റോൾ ഓഫ് കാസ്റ്റ് ഇൻ സൊസൈറ്റി ആൻഡ് ഹൗ ദീസ് കാസ്റ്റ് ഇൻഫ്ലുവൻസിങ് ജോബ്, അപ്പോൾ അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് സോഷ്യൽ എംപവർമെന്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, അപ്പൊ നമ്മൾ ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും, ഈ സോഷ്യൽ ജസ്റ്റിസും അതുപോലെ ഇവരെയൊക്കെ ഇൻക്ലൂസീവ് ഗ്രോത്തും നമുക്ക് എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയാണ് ഈ വാർത്തയിൽ സംസാരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്, വിൽ ട്രേഡ് വാർ ലീഡ് ടു ഇമ്പോർട്ട് സർജ് ഇൻ ഇന്ത്യ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈം ലൈറ്റിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം US ഒത്തിരി അധികം ടാരിഫുകൾ പല രാജ്യങ്ങളുടെ മേലിൽ ചുമത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയും US തമ്മിലൊരു ട്രേഡ് വാർ നിലനിന്നുകൊണ്ടിരിക്കുക. കാരണം US നല്ല രീതിയിലുള്ള ടാരിഫ് ചൈനയുടെ പുറത്ത് ചുമത്തുകയും ചൈന തിരിച്ച് റിട്ടാലിയേറ്ററി മെഷേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് വന്നൊരു വാർത്തയാണ് ഈ പറയുന്ന വിൽ ട്രേഡ് വാർ ലീഡ് ടു ഇമ്പോർട്ട് സർജ് ഇൻ ഇന്ത്യ. അതായത് US ചൈന ട്രേഡ് വാറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അധികം ടാരിഫ് US ചൈനയിലേക്ക് ചുമത്തിയതുകൊണ്ട് ചൈനയിൽ നിന്നുള്ള US-ലേക്കുള്ള എക്സ്പോർട്ട് ഉണ്ടല്ലോ, ചൈനയിൽ നിന്ന് US-ലേക്ക് കൊണ്ടുവന്ന ഗുഡ്സുകൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ചൈന ആ ഗുഡ്സൊക്കെ US-ലേക്ക് കൊണ്ടുപോകേണ്ട ഗുഡ്സൊക്കെ ഇന്ത്യയിലേക്ക് വഴിതിരിച്ച് വിടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇമ്പോർട്ട് സർജ് ഇന്ത്യയിൽ ഉണ്ടാവുന്നതാണ് ഈ വാർത്ത പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഡംപിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു നമ്മുടെ ഇമ്പോർട്ട് ഓഫ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ കേസിൽ ഡംപിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു രാജ്യത്തിന് ഒത്തിരി അധികം പ്രൊഡക്റ്റുകൾ വേറൊരു രാജ്യത്തേക്ക് അവർ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് അവർ വളരെ ചെലവ് കുറച്ചുകൊണ്ട് അത് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇപ്പോൾ ചൈന ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്, ധാരാളം പ്രൊഡക്റ്റ് അവർക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? ഈ എക്സ്പോർട്ടിങ് പ്രൊഡക്റ്റിന്റെ പൈസ ഭയങ്കരമായിട്ട് കുറയ്ക്കും, ചാർജ് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കര ചീപ്പായിട്ട് മാറുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് ചീപ്പായിട്ട് മാറുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ഈ സെയിം പ്രൊഡക്റ്റ്, ഇന്ത്യയിലുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ
പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറയും. കാരണം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഒരു 50 rupees ആണ് പെർ യൂണിറ്റ് എങ്കിൽ ചൈന അത് ഇറക്കുന്നത് ചെയ്യുന്നത് ചിലപ്പോൾ 30 rupeesനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെയുള്ള ആൾക്കാർ 30 rupeesനുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കും. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരുടെ മാർക്കറ്റ് റെഡിയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഡൊമസ്റ്റിക് ട്രേഡിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഡംപിങ്ങിനെ ഇന്ത്യൻ ഗവൺമെന്റ് കൗണ്ടർ ഒരു ടാരിഫ് ചുമത്തിയിട്ടാണ്. ഇങ്ങനെ ഡംപ് ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇന്ത്യ ഒരു പ്രൊട്ടക്റ്റീവ് താരിഫ് അങ്ങോട്ട് ചുമത്തും, ഒരു ടാക്സ് പോലെ ഒരു പ്രൊട്ടക്റ്റീവ് താരിഫ് അങ്ങോട്ട് ചുമത്തും. ഇതിനെയാണ് നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കേസിൽ ഇന്ത്യ ഓൾറെഡി ഒരു 25% പ്രൊഫഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി സോളാർ സെൽസിന്റെ കേസിൽ ഓൾറെഡി ചൈനയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ചുമത്തിയിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള ഗുഡ്സിനും ഇതേപോലെ ഡംപിങ്ങിന് എതിരായിട്ട് ഡ്യൂട്ടി ചുമത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റീൽസിലും കെമിക്കൽസിലും ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം ഡംപിംഗ് ഡ്യൂട്ടി ഇന്ത്യ ചുമത്താൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ട് സംസാരിക്കുന്നത്. ആൻഡ് ഇന്ത്യാസ് പോളിസി ചലഞ്ച് ദ സിറ്റുവേഷൻ അണ്ടർസ്കോർസ് ദ നീഡ് ഫോർ ഇന്ത്യ ടു ബാലൻസ് trade liberalization with the protective measures to shield domestic industries while staying compliant with the WTO rules. World Trade Organizations മുന്നോട്ട് വയ്ക്കുന്ന കുറേ റൂളുകളുണ്ട്. ഒരു രാജ്യത്തിന് ഇമ്പോർട്ട് എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഡംപിംഗ് ഡ്യൂട്ടി ആയിട്ട് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, സേഫ് ഗാർഡിംഗ് ഡ്യൂട്ടി ഒക്കെ നമുക്ക് ചുമത്താൻ പറ്റും. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ WTOയുടെ റൂള് പ്രകാരം WTO റൂൾസിൽ നിന്നുകൊണ്ട് തന്നെ ഈ സേഫ് ഗാർഡ് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മെഷേഴ്സ് ഇന്ത്യ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പോളിസി ചലഞ്ചിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ കൂടി ഈ വാർത്തയിൽ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ചൈന ട്രേഡ് വാർ എങ്ങനെ ഗ്ലോബൽ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇന്ത്യക്ക് അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇന്ത്യക്ക് ഏതൊക്കെ ഭാഗങ്ങളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഏതൊക്കെ ഭാഗത്ത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. ഓക്കെ, ആൻഡ് എന്താണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി? എ ടെമ്പററി ഇമ്പോർട്ട് ഡ്യൂട്ടി imposed to protect domestic industry from sudden import surges or serious injury due to unfair trade practices. India imposed 25% duty on solar cells. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക. ആൻഡ് ഡംപിങ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ പ്രാക്ടീസ് ഓഫ് എക്സ്പോർട്ടിംഗ് ഗുഡ്സ് അറ്റ് പ്രൈസസ് ലോവർ ദാൻ ദ നോർമൽ വാല്യൂ ഓഫൺ ടു ഗെയിൻ അൺഫെയർ മാർക്കറ്റ് ഷെയർ. അപ്പോൾ അതിൽ ഈ ഇന്ത്യ യൂസസ് ആൻറ്റി ഡംപിങ് മെഷേഴ്സ് ത്രൂ DGTR, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് WTO റൂൾസ് ഓൺ ട്രേഡ് റെമഡീസ്, ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ WTOക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. അതിനെ പാലിച്ചിട്ട് വേണം നമുക്ക് ഡ്യൂട്ടീസ് ആയിട്ടുള്ള സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിലേക്ക് ചുമത്താൻ പാടുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ മെയിനായിട്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, ഈ 3 ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് അറിഞ്ഞിരിക്കേണ്ടത്. സേഫ് ഗാർഡ് ഡ്യൂട്ടി നമ്മൾ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു. ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയും സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. അതേപോലെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയും സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇത് ചെറിയ വ്യത്യാസങ്ങളാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ വ്യത്യാസം വരുമ്പോഴാണ് ഈ ടാക്സസിന്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് 3 അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, മെയിൻസ് പെർസ്പെക്റ്റീവിൽ GS3 എക്കണോമി ആൻഡ് ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ഈ ഒരു കാര്യം, കാരണം നമ്മളിപ്പോൾ ഈ ട്രേഡ് വാറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുണ്ട്. കാരണം നമുക്ക് മെയിൻസിൽ ആൻസർ റൈറ്റിങ്ങിന്റെ കേസിൽ ഇന്ത്യ ചൈന ട്രേഡ് റിലേഷൻഷിപ്പും അതുപോലെ US ചൈന ട്രേഡ് വാറിനെ കുറിച്ചുള്ള ഡാറ്റയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. എഫക്റ്റ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദ എക്കണോമി, റോൾ ഓഫ് WTO ആൻഡ് ട്രേഡ് പോളിസീസ്, challenges faced by Indian industries due to global economic developments, government interventions to protect domestic industries എന്നൊക്കെയാണ് ഈ പറയുന്ന ഡ്യൂട്ടീസ് ഒക്കെ. അതുപോലെ GS2ന്റെ കേസിൽ ഗവേണൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ ഇമ്പാക്ട് ഓഫ് ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ട്രേഡ് കോൺഫ്ലിക്ട്സിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, ഇന്ത്യസ് ഫോറിൻ ട്രേഡ് പോളിസി. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത വാർത്തയാണ്, Does the planet K2-18b show signs of life? K2-18b എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്. ആ പ്ലാനറ്റ് പോസിബിളി ഒരു സ്റ്റാറിന് ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്ലാനറ്റിൽ എന്താ അതിൻ്റെ പ്രത്യേകത? അത് ലൈഫിൻ്റെ സയൻസ് ഷോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ആരത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്, നാസയുടെ സ്പേസ് ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്.
അത് റീസെൻ്റ്ലി കുറച്ച് കെമിക്കൽസ് ഈ പ്ലാനറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. എന്തൊക്കെ കെമിക്കൽസ് ആണ്? മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പോസിബിളി DMS, അതായത് ഡൈമീഥൈൽ സൾഫൈഡ് എന്നുള്ള ഒരു കെമിക്കൽ. അതൊരു പൊട്ടൻഷ്യൽ ബയോമാർക്കറാണ്. പൊതുവേ ഈ DMS എന്ന് പറഞ്ഞ കെമിക്കല് നമ്മുടെ ഈ എർത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫൈറ്റോ പ്ലാങ്ടൺസ് എന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫൈറ്റോ പ്ലാങ്ടൺസ് അവരുടെ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് DMS. ഈ DMS അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയും അത് ഇവൻച്വലി ക്ലൗഡ് ഫോർമേഷനൊക്കെ കാരണമാവുന്നുണ്ട്. നമ്മൾ ക്ലൈമറ്റോളജിയിലും ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡൈമീഥൈൽ സൾഫൈഡ് പ്ലാന്റൺസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡൈമീഥൈൽ സൾഫൈഡിന്റെ പ്രസൻസ് ഒരു ബയോമാർക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിർബന്ധമില്ല, ഫൈറ്റോ പ്ലാങ്ടൺസ് തന്നെ അത് ഉണ്ടാക്കണം നിർബന്ധമില്ല. പല കെമിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ DMS ഒരു പൊട്ടൻഷ്യൽ ബയോമാർക്കറാണ്. അപ്പൊ ഇത്തരം കെമിക്കൽസിന്റെ ഒരു പ്രസൻസ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് റീസെന്റ് ഈ K2-18b കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പൊ അത് ലൈഫ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ പോലെ മനുഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ മാമൽസിനെ പോലെയുള്ള ലാർജർ മാമൽസ് ആവാനും നിർബന്ധമില്ല. ഈ പറയുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എലമെന്റ്സ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസസ് പോലുള്ള അതിന്റെ ഒരു സിമിലർ ആയിട്ടുള്ള വെറൈറ്റി ലൈഫ് തന്നെയാണല്ലോ. അപ്പൊ അതും ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്താണ് K2-18b? അതൊരു എക്സോ പ്ലാനറ്റ് ആണ്. നമ്മുടെ ഭൂമിയിൽ എന്തുകൊണ്ടാണ് പിന്നെ ലൈഫ് ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സൂര്യനാണ് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റിന്റെ സോഴ്സ് നമ്മുടെ. അതിൽ നിന്ന് ഒരു വളരെ പിന്നെ ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ അതിന്റെ ടെമ്പറേച്ചറും അതിന്റെ ലൈറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹാബിറ്റബിൾ ഡിസ്റ്റൻസിൽ എർത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് എർത്തിൽ ലൈഫ് ഉള്ളത്. അതുപോലെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഹാബിറ്റബിൾ ആയിട്ടുള്ള ഗ്യാസസും ഉണ്ട്. ഇതേ ഒരു കണ്ടീഷൻ ഈ യൂണിവേഴ്സിൽ എവിടെയെങ്കിലും ഉറപ്പായിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതുപോലുള്ള ഒത്തിരി മില്യൺസ് ഓഫ് സ്റ്റാർസ് നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. ഈ മില്യൺസ് ഓഫ് സ്റ്റാർസിനെ ചുറ്റിയിട്ട് മില്യൺസ് ഓഫ് പ്ലാനറ്റുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ ഇതേ ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ദൂരദർശിനികളും ടെലസ്കോപ്പുകളൊക്കെ പിന്നെ മാനത്തേക്ക് കണ്ണു നട്ടിട്ട് എപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് K2-18b? നമ്മുടെ ലിയോ കോൺസ്റ്റലേഷൻ ഉണ്ട്. ലിയോ കോൺസ്റ്റലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിങ്ങം രാശി കേട്ടിട്ടുണ്ടാവും. ലിയോ എന്ന് പറഞ്ഞാൽ സിംഹമാണ് കേട്ടോ. അപ്പൊ ചിങ്ങം രാശിയിലുള്ള അതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ആണ്. അതിന് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയും. ഈ കോൺസ്റ്റലേഷനിലുള്ള ഒരു സ്റ്റാർ ആണ്, അത് 124 ലൈറ്റ് ഇയേഴ്സ് ദൂരെയുള്ള ഒരു സ്റ്റാർ ആണ് ഈ K2-18 എന്ന് പറയുന്നത്. ഈ സ്റ്റാറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് K2-18b. ഓക്കെ, അപ്പൊ അതിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ റിച്ച് അറ്റ്മോസ്ഫിയർ ആണ്. ആൻഡ് ലിക്വിഡ് വാട്ടർ അവിടെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ് ലൈഫിന് വേണ്ടിയിട്ട്. ആൻഡ് ഡൗട്ട് റിമെയിൻസ്, ഈവൻ DMS നമ്മളൊരു പൊട്ടൻഷ്യൽ ബയോമാർക്കറായിട്ട് പറയുമെങ്കിൽ പോലും അതിന് വേറെ പല പ്രോസസ്സ് കൊണ്ട് DMS ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു വാർത്തയിൽ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ K2-18b കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഹൈസിയൻ വേൾഡ് എന്താ? എ ഹൈപ്പോത്തറ്റിക്കൽ ടൈപ്പ് ഓഫ് എക്സോ പ്ലാനറ്റ് വിത്ത് ഹൈഡ്രജൻ റിച്ച് അറ്റ്മോസ്ഫിയർ ആൻഡ് ലിക്വിഡ് വാട്ടർ ഓഷ്യൻ ബിനീത്ത്. ഈ ഒരു ഇങ്ങനത്തെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള പ്ലാനറ്റുകളെയാണ് നമ്മൾ ഹൈസിയൻ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഡൈമീഥൈൽ സൾഫൈഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രൊഡ്യൂസ്ഡ് ബൈ മറൈൻ ഫൈറ്റോ പ്ലാങ്ടൺസ് ആൻഡ് സൺ ബാക്ടീരിയ ഓൺ എർത്ത്. അപ്പോൾ ഇഫ് കൺഫേംഡ് ഓൺ എക്സ് പ്ലാനറ്റ് ഇറ്റ് കുഡ് ഇൻഡിക്കേറ്റ് എ ബയോളജിക്കൽ പ്രോസസ് ആണ് പറയുന്നത്. ഒരു ബയോളജിക്കൽ മാർക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ്, നാസയുടെ ടെലിസ്കോപ്പാണ്. അത് ഇൻഫ്രാറെഡ് സ്പേസ് ടെലിസ്കോപ്പാണ്. ഇൻഫ്രാറെഡ് രശ്മികളെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് റണ്ണവേ ഗ്രീൻ എഫക്ട്? റണ്ണവേ ഗ്രീൻ എഫക്ട് എന്ന് പറഞ്ഞാൽ എ കണ്ടീഷൻ ഇൻ വിച്ച് എ പ്ലാനറ്റ് അറ്റ്മോസ്ഫിയർ ട്രാപ്പ് സോ മച്ച് ഹീറ്റ് ദാറ്റ് ദ സർഫേസ് വാട്ടർ എവാപ്പറേറ്റ്സ് കംപ്ലീറ്റ്ലി. അതായത് അവിടെയുള്ള ഗ്യാസസ്, നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്നറിയാം. അത് പിന്നെ നമ്മുടെ ലോങ് വേവ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റിനെ ഹീറ്റ് ചെയ്യും. അപ്പോൾ ഒത്തിരി അധികം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തായി മാറും? ഈ പ്ലാന്റ് ഭയങ്കരമായിട്ട് ചൂട് പിടിക്കും. ഈ ചൂട് പിടിച്ചിട്ട് ഒരു സ്റ്റേജിലേക്ക് എത്തും. എവിടെ എത്തും? ഇവിടെയുള്ള വാട്ടർ കംപ്ലീറ്റ് ആയിട്ടും എവാപ്പറേറ്റ് ചെയ്യുന്ന അത്രയും ചൂടിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ റണ്ണവേ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോർമലി നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ വീനസിലാണ് കാണുന്നത് കേട്ടോ. വീനസിൽ കംപ്ലീറ്റ് ആയിട്ട് അത്രയും അധികം കാർബൺ ഡൈ ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ പറയുന്ന വാട്ടർ എവാപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഇത് നമ്മൾ റണ്ണവേ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി മെയിൻസ് പെർസ്പെക്റ്റീവിൽ സയൻസ് ആൻഡ് ടെക്നോളജീസ് 3 പേപ്പറിൽ സ്പേസ് ടെക്നോളജി ഇറ്റ്സ് ആപ്ലിക്കേഷൻ, പുതിയ ഇന്നോവേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്.
റോൾ ഓഫ് ഇന്റർനാഷണൽ കൊളാബറേഷൻ ഇൻ സയൻസ് ഡിസ്കവറീസ് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ജോഗ്രഫിയിൽ കമ്പാരറ്റീവ് പ്ലാനറ്റോളജി, എർത്തിന്റെ പ്ലാനറ്റും എർത്തും അതുപോലെയുള്ള സിമിലർ പ്ലാനറ്റും അതിന്റെ കമ്പാരറ്റീവ് പ്ലാനറ്റോളജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ഡിഫറൻസും അതെങ്ങനെയാണ് ഹാബിറ്റബിൾ ആയത്, അതുപോലെ മറ്റുള്ള എക്സോ പ്ലാനറ്റുകളുടെ ഒക്കെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നുള്ളൊരു കമ്പാരറ്റീവ് അനാലിസിസ്. അതുപോലെ ക്ലൈമറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് സയൻസ് ഓൺ പ്ലാനറ്ററി ബോഡീസ്, അതും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. GS2 പേപ്പറിൽ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ആൻഡ് സയൻസ് ഡിപ്ലോമസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്ലോബൽ കൊളാബറേഷൻ ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ആസ്ട്രോണമി മിഷൻസ് ലൈക്ക് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതുമായിട്ട് ഡാറ്റ ഗാദറിംഗ്, ഡാറ്റ ഷെയറിംഗ്, ഡിഫറെൻറ്റ് കൺട്രീസ് എങ്ങനെയാണ് പോകുന്നത്, അതുമായിട്ടുള്ള സയന്റിഫിക് കൊളാബറേഷൻ കൺട്രീസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മളൊരു വാർത്ത നോക്കാൻ പോകുന്നത് റോൾ പ്ലേഡ് ബൈ കോ എൻസൈംസ് ഇൻ ഹ്യൂമൻ ഫുഡ്. ഇതൊരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത് കോ എൻസൈംസിന്റെ റോളിനെ കുറിച്ചിട്ടാണ്. എന്താ കോ എൻസൈംസ് എന്നറിയോ? നമുക്ക് എൻസൈം എന്തെന്നറിയാം. എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കുറേ ബയോളജിക്കൽ പ്രോസസ്സസ് ഉണ്ട്, കൺവേർഷൻ പ്രോസസ്സ് ഉണ്ട്, കുറേ കെമിക്കൽ പ്രോസസ്സുകളൊക്കെ ഉണ്ട്, ബയോളജിക്കൽ പ്രോസസ്സ്. ഈ ബയോളജിക്കൽ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന പ്രോട്ടീൻസിനാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് ഒരു കാറ്റലിസ്റ്റുകളാണ്, ബയോളജിക്കൽ പ്രോസസ്സിന്റെ കാറ്റലിസ്റ്റുകളാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ എൻസൈംസിന് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്നത് കോ എൻസൈംസ് എന്ന് പറയുന്ന കുറച്ച് ഹെൽപ്പർ മോളിക്കുലറാണ്. അതായത് ബയോളജിക്കൽ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എൻസൈംസ് ആണ്. ഈ എൻസൈംസിനെ ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസിനാണ് നമ്മൾ കോ എൻസൈംസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ധാരാളം കോ എൻസൈംസ് ഉണ്ട് കേട്ടോ. ഈ കോ എൻസൈംസിനെ ഉബീക്കിനോൺ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് കോ എൻസൈംസ് ഉണ്ട്. ഇത് പൊതുവെ നമ്മുടെ സെല്ലുലാർ, നമ്മുടെ സെൽ ലേയേഴ്സ്, സെൽ മെംബ്രെയിൻസിലൊക്കെ ധാരാളം കാണുന്നുണ്ട് ഉബീക്കിനോൺസ്. ഇതിൽ കോ എൻസൈംസ് ക്യൂ എന്ന് പറയുന്നത്, നമ്മൾ ഉബീക്കിനോൺ നമ്മൾ പൊതുവെ CO ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ COQ1, COQ2 എന്ന് പറയുന്ന ധാരാളം അതിന് ലേബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന COQ9, അതായത് കോ എൻസൈംസ് Q9 ആൻഡ് കോ എൻസൈംസ് Q10 എന്ന് പറയുന്ന രണ്ട് കോ എൻസൈംസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ അത് ദീസ് കോ എൻസൈംസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ Q9 ആൻഡ് Q10 കുറിച്ചാണ് ഈ റിപ്പോർട്ട് സംസാരിക്കുന്നത്. These are vital in mitochondrial energy production and act as a lipid soluble antioxidant. Lipid soluble ആയിട്ടുള്ള, വാട്ടർ soluble അല്ല, lipid soluble ആണ്. എനർജി പ്രൊഡക്ഷൻ, മൈറ്റോകോൺട്രിയൽ എനർജി പ്രൊഡക്ഷന് ഭയങ്കരമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള പിന്നെ കോ എൻസൈംസ് ആണ് Q9 ആൻഡ് Q10. അപ്പൊ അതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അത് എവിടെയൊക്കെയാണ് കാണുന്നത്? അത് കാണുന്നത് എന്താണ്, വീറ്റ്, റൈസ്, ഓട്സ്, ബാർലി, കോൺ, റൈ ആൻഡ് മില്ലറ്റ്, ഈ പറയുന്ന പിന്നെ എന്താണ് ധാന്യങ്ങളിലാണ് പ്രധാനമായിട്ടും Q9 കാണുന്നത്. ആൻഡ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ബാംബു, സിന്നമൺ ആൻഡ് അവക്കാഡോ, ഈ പറയുന്ന ഫ്രൂട്ടുകളിൽ അല്ലെങ്കിൽ ബാംബു പോലുള്ള പ്ലാന്റ്സുകളിലും ഈ പറയുന്ന Q9 ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇനി എന്താ ഇമ്പോർട്ടൻസ് ഓഫ് Q10 ഇൻ ഹ്യൂമൻസിൽ? എന്താ മെയിനുള്ള ഇമ്പോർട്ടൻസ്? മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നമ്മൾ പിന്നെ +2 ബയോളജി എടുത്തവർക്ക് അറിയാം. ഈ പറയുന്ന റെസ്പിറേഷൻ്റെ പ്രോസസ്സിൽ മൈറ്റോകോൺട്രിയനാണ് നമുക്ക് എനർജി പ്രൊഡക്ഷൻ, നമ്മുടെ മൈറ്റോകോൺട്രിയനാണ് നമ്മുടെ സെല്ലിൻ്റെ എനർജി കറൻസി എന്ന് പറയുന്നത്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയലാണ്. ഈ മൈറ്റോകോൺട്രിയൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പല പ്രോസസ്സിലെ കൂടിയാണ്. അതിലൊന്നാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് Q10 എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവിടെയാണ് അപ്പോൾ ഈ Q10 ധാരാളമായിട്ട് കാണുന്നത്. നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് ബ്രെയിനിലും ഹാർട്ടിലും ധാരാളമായിട്ട് അവിടെയുള്ള സെല്ലുകളിൽ ഈ കോ എൻസൈം Q10 ധാരാളമായിട്ടുള്ളതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ ധാരാളമായിട്ടുള്ളത്? ഓട്ടോമാറ്റിക്കായിട്ടും ഈ സെൽസിന് ധാരാളം എനർജി ആവശ്യമുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഹാർട്ടിലും ബ്രെയിനിലും ധാരാളമായിട്ട് Q10 ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സപ്ലിമെന്റ്സ് ഫോർ ഹാർട്ട് ഹെൽത്ത് ആൻഡ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ഈ പിന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനും ഹാർട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്ലിമെന്റ്സിൽ Q10 ധാരാളമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, producing Q10, Japanese researchers successfully engineered rice plants to produce coenzymes Q10 using DDSA gene. അപ്പോൾ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തുകൊണ്ട് ഈ Q10 പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബയോഫോർട്ടിഫിക്കേഷൻ ടെക്നീക്സ്, നമ്മളൊരു പ്ലാന്റ് വെറൈറ്റി ഉണ്ടാക്കുന്നു, നമ്മൾ പറഞ്ഞല്ലോ വീറ്റിലും റൈസിലൊക്കെ ഇത് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം ധാന്യങ്ങളെ കൂടുതൽ Q10 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ധാരാളമായിട്ട് കൂട്ടാൻ പറ്റും. ഈ വീറ്റ് റൈസ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ധാരാളം Q10 നമുക്ക് കിട്ടുകയാണെങ്കിൽ
ഈ പറയുന്ന ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും ജനങ്ങൾക്ക്. അപ്പോൾ അത്തരം പ്രോസസ്സുകൾ ക്രിസ്പർ ബേസ്ഡ് ആയിട്ടുള്ള ജീൻ എഡിറ്റിംഗ് ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫോർട്ടിഫിക്കേഷൻ, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ഈ ഉള്ള ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് ഈ ലേഖനം ഡിസ്കസ് ചെയ്യുന്നത്. റീസെന്റ് അഡ്വാൻസസ് കുറച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏകദേശം 75% കോയിൻസം Q10 കണ്ടന്റ് ക്രിസ്പർ Cas9 ടെക്നോളജി വെച്ചിട്ട് പിന്നെ നടത്താൻ പറ്റുമെന്നാണ് ഈ ലേഖനം സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓൾറെഡി Q10 കുറിച്ചും Q9 കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, Q9 ആൻഡ് Q10 റീസെന്റ് സീൻ ഇൻ ന്യൂസ് റിലേറ്റഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അതേപോലെ മൈറ്റോകോൺട്രിയ എനർജി കറൻസി ഓഫ് സെൽ എന്നാ പറയാ. സെല്ലുലാർ എനർജി പ്രൊഡക്ഷന് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതുപോലെ ക്രിസ്പർ Cas9 എന്നൊരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. റീസെന്റ് അതിന് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്പർ Cas9 എന്ന് പറഞ്ഞ ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. നമുക്ക് പ്രിസൈസ് ആയിട്ട് നമ്മുടെ DNA മുറിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ക്രിസ്പർ Cas9 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ? The process of genetically enhancing nutritional value of food crops to tackle micronutrient deficiencies. അതായത് നമുക്ക് പല മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് നമ്മുടെ നോർമൽ ഫുഡിൽ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ നോർമൽ ഫുഡിൽ നമ്മൾ ഇൻടേക്ക് വരുന്ന സമയത്ത് മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അപ്പോൾ ആ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഫോർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില അരിയിൽ കുറച്ചുകൂടി പിന്നെ നീണ്ട വെളുത്ത അരിമണികൾ നമുക്ക് കാണാൻ പറ്റും. ഈ വെളുത്ത അരിമണികൾ ശരിക്കും അരിമണികളല്ല, പകരം ഈ പറയുന്ന ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്ന റൈസുകളാണ്. അപ്പോൾ അത് കെമിക്കലാണ്. കെമിക്കൽ അരിയുടെ രൂപത്തിൽ, മൈക്രോന്യൂട്രിയൻസ് അരിയുടെ രൂപത്തിൽ പിന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് കാണുമ്പോൾ അരിയായിട്ട് തോന്നുമെങ്കിലും അത് ഫോർട്ടിഫൈ ചെയ്ത റൈസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അത് ബയോഫോർട്ടിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഇനി GS3 പേപ്പറിൽ സയൻസ് ആൻഡ് ടെക്നോളജി, ബയോടെക്നോളജി ആസ്പെക്റ്റിൽ അപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചർ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, അഡ്വാൻസ്മെന്റ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്, അതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ആൻഡ് ഫങ്ഷണൽ ഫുഡ്, അതുമായിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ്. റോൾ ഓഫ് ക്രിസ്പർ ഇൻ ഫുഡ് സെക്യൂരിറ്റി, ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റിയുടെ കേസിൽ നമുക്ക് ക്രിസ്പർ യൂസ് ചെയ്യാം. ആൻഡ് GS2 പേപ്പറിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ്റെ കേസിൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്, ഈ പറയുന്ന ബയോഫോർട്ടിഫിക്കേഷൻ പോലുള്ള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ്, ടാക്ലിംഗ് മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ത്രൂ ടെക് ഡ്രിവൺ അഗ്രികൾച്ചർ, ഈ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള റൈസസ്, അതിൻ്റെ ഇംപ്രൂവ്മെന്റ്സ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതെങ്ങനെ നമുക്ക് ബയോഫോർട്ടിഫിക്കേഷൻ യൂസ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് പോളിസി ഇംപ്ലിമെന്റേഷനിൽ പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ലേഖനം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.